വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് കർക്കിടക മാസ വാവുബലി അഥവാ പിതൃതർപ്പണത്തെക്കുറിച്ചാണ്. കർക്കിടക മാസവും വാവുബലിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അത് മനസ്സിലാക്കുവാൻ പുരാണ സംബന്ധമായ പ്രപഞ്ചവിന്യാസം അറിഞ്ഞിരിക്കണം. പ്രപഞ്ചത്തിലെ പാതാളം മുതൽ സത്യലോകം വരെ 14 ലോകങ്ങളിൽ മധ്യഭാഗത്ത് ഭൂമിയും, ഭൂമിക്കു നേർമുകളിൽ ഭുവർലോകവും, അതിനു മുകളിൽ സ്വർഗലോകവുമാകുന്നു. ഭുവർലോകം പിതൃക്കളുടെ ലോകമാകുന്നു. സ്വർഗം ദേവന്മാരുടെയും. പഞ്ചഭൂതങ്ങളിൽ ഭൂമി ഏറ്റവും സ്ഥൂലമാണ്. ഇവിടെ സ്ഥൂലരൂപത്തിലുള്ള ആഹാരമാണ് കഴിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടു തന്നെയാണ് നമുക്ക് പാചകം ചെയ്യുന്ന ആഹാരം കഴിച്ച് തൃപ്തിപ്പെടേണ്ടി വരുന്നത്. എന്നാൽ ശരീരത്തിനുള്ളിൽ സൂക്ഷ്മ ശരീരമുണ്ട്. അത് പ്രാണമയമാണ്. ശരീരം വിടുന്ന ജീവൻ പ്രാണമാത്രമായി സ്ഥൂലദേഹമില്ലാത്തവനായി പിതൃലോകത്ത് വസിക്കുന്നു. ഭൂമിക്ക് മുകളിലുള്ള ലോകമാണല്ലോ പിതൃലോകമായ ഭുവർലോകം. അത് ഭൂമിക്ക് മുകളിൽ സങ്കല്പിക്കപ്പെടുന്ന ജലതത്വമാകുന്നു. പ്രാണനും ജലതത്വം തന്നെ. അതിനാൽ പിതൃക്കൾക്ക് ജലത്തിലൂടെയേ ഭക്ഷണം കഴിക്കാനാവൂ. ആ സങ്കല്പത്തിലാണ് കർക്കിടക നാളിൽ കറുത്ത വാവിന് ജലത്തിൽ പിതൃതർപ്പണം നടത്തുന്നത്. ദക്ഷിണായനം പിതൃക്കൾക്കും ഉത്തരായണം ദേവന്മാർക്കുമുള്ളതാണെന്ന് ശാസ്ത്രം. 6 മാസം ഉത്തരായണവും 6 മാസം ദക്ഷിണായനവുമാണ്. കർക്കിടക മാസത്തിലെ കറുത്ത പക്ഷത്തിൽ പിതൃക്കൾ ഉണരുന്നു. ഭൂമിയിലെ 1 മാസം അവർക്ക് ഒരു ദിവസമാണ്. ഇങ്ങനെ 12 മാസം 12 ദിവസം. 12 ദിവസത്തിലൊരിക്കൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ബന്ധുജനങ്ങൾ പിതൃക്കൾക്ക് അന്നം എത്തിച്ചു കൊടുക്കണം. ഇതിനെയാണ് വാവുബലി എന്ന് പറയുന്നത്. നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് ബലികർമ്മം ചെയ്യുമ്പോൾ ആവാഹിക്കുന്നത്. സ്വന്തം ഉള്ളിൽ നിന്നും സ്വന്തം ബോധത്തെയാണ് ആവാഹിച്ച് ഈശ്വരനിൽ ലയിപ്പിക്കുന്നത്. നമ്മുടെ ബോധത്തെ പരിമിതം ആയ അവസ്ഥയിൽ നിന്നും പ്രപഞ്ചത്തോളം എത്തിക്കുന്ന ഒരു പൂജയാണ് ഈ കർമ്മം. ഇതുതന്നെയാണ് എല്ലാ ആത്മീയ വഴികളുടെയും ലക്ഷ്യം. ബലിതർപ്പണം മുടക്കുന്നത് പിതൃക്കളുടെ കോപത്തിന് ഇരയാകും.